മിഡ് വീക്ക് സസ്പെൻഷനിൽ നിന്ന് 2 പേര് ഔട്ടായേക്കാണ്. അനീഷ് തന്ത്രപൂർവ്വം ഒരു ഗെയിം കളിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. ജിസൈലിന്റെ മേക്കപ്പിന്റെ ഇഷ്യൂ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇനി അതൊരു ചർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വീട്ടില് ഓരോ ദിവസം കടന്നു പോകുമ്പോഴേ അതൊരു ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടില് നാളെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നതാണ് ഈ പേരും പറഞ്ഞ്. അപ്പൊ നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷിഹിർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പൊ എപ്പിസോഡ് 12 ഡേ 11 റിവ്യൂലോട്ട് പോവാട്ടോ. ആദ്യം 8 മണിക്ക് സ്ഥിരമായിട്ടുള്ള മോർണിംഗ് ഡാൻസ് ആണ്. നമ്മുടെ വാഴ മൂവിയിലെ സോങ് ഇട്ടിട്ടാണ് ഇന്ന് രാവിലത്തെ മോർണിംഗ് സോങ് ഇട്ടത്. 8:20 ജിസയില് സൺസ്ക്രീനും മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് RJ മിൻസിയും ആദിലാനോറയും ആനുമോളും ഷൈത്യയും കൂടി ഇന്ന് ബെഡ്റൂമിൽ നിന്ന് സംസാരിക്കുകയാണ്. എന്നാ പുള്ളിക്കാരി സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് അവര്. പിന്നെ 8:45 ജിസൈലിന്റെ കയ്യിൽ ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും ഇല്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്. എൻ്റെ ടാർഗറ്റ് ചെയ്യണമെന്ന് പറയാന്ന് വെച്ചാൽ ജിസൈലിനെ ടാർഗറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും ഇല്ലാന്ന് പറയാണ് ജിസൈല്. ഒരു 10:05 നമ്മുടെ ടാസ്ക് വരെയാണ്. ടാസ്ക് വേറെ ഒന്നുമല്ല, നമ്മുടെ റേസിംഗ് ബാഡ്ജ് ഇല്ലേ, റേസിംഗ് ബാൻഡ്, അത് കരസ്ഥമാക്കാനുള്ള ഒരു ടാസ്ക് വരെയാണ്. പകൽ കൊള്ളാൻ എന്നാണ് ടാസ്കിന്റെ പേര്. ഇത് വേറെ ഒന്നുമല്ല, ഈ 3 റേസിംഗ് ബാൻഡ് ഒരു നടുക്ക് കൊണ്ടുവച്ചിട്ട് ചുറ്റിനും നിങ്ങൾ എല്ലാവരും കണ്ടസ്റ്റൻസ് നിൽക്കണം. ഓടിപ്പോയിട്ട് എടുക്കുന്നത് ആരൊക്കെയാണോ അവരുടെ കയ്യിലായിരിക്കും ഈ റേസ് ബാൻഡ് ഉള്ളത്. ഇതിപ്പം സ്ഥിരം കാണുന്ന പോലത്തെ സംഭവം വെച്ചാല് ഓടിപ്പോയിട്ട് ആദ്യം എടുക്കുന്നത് ആ ഒരു സംഭവം. അതില് ജിസൈലിന്റെ കയ്യിൽ കിട്ടുന്നത്. ജിസൈല് കഴിഞ്ഞ് ഭയങ്കര സന്തോഷം. ജിസൈൽ അയ്യോ എനിക്ക് കിട്ടിയെന്നുള്ള രീതിയിലാണ് ജിസൈലിൽ ഇരിക്കുന്നത്. ജിസൈൽ ഇങ്ങനെ എന്നിട്ട് ഇരിക്കുമ്പോ നമ്മുടെ 3 പേരുടെ കയ്യിലും ഈ സാധനമുണ്ട്. അപ്പൊ ജിസൈലിന്റെ അടുത്ത് ബിഗ് ബോസ് പറയുകയാണ്, ജിസൈൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം കഴിഞ്ഞ ആഴ്ചയാണ് നിങ്ങളുടെ പെട്ടികളും സാധനങ്ങളൊക്കെ കൊണ്ടുപോയത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സാധനം എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജിസൈലിന് പെട്ടികളൊന്നും കിട്ടില്ല എന്ന് പറയുമ്പോൾ ജിസൈൽ വേറെ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് പറയുമ്പോൾ ജിസൈല് ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചതിന് ശേഷം അഭിലാഷിന് കൊടുക്കുകയാണ്. അപ്പൊ 10:55 ആയപ്പോഴത്തേക്കും മറ്റേ ഇവനോട് അനീഷിനോട് പറയാണ് എല്ലാവർക്കും ഒരേപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ശരത്ത് അനീഷിനോട് ഒച്ചുണ്ടാക്കണം. വേറെ ഒന്നുമല്ല, ഈ ചപ്പാത്തി കഴിക്കാത്ത ആൾക്കാർ ഈ ഉരുളക്കിഴങ്ങ് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സംഭവം. അപ്പൊ അനീഷ് മിണ്ടാതെ ഇരുന്ന് കേൾക്കുന്നത് കാരണം അനീഷിന് അറിയാം അനീഷിന് ഭാഗത്ത് തെറ്റാണ്, എല്ലാവർക്കും ഒരേപോലെ എല്ലാ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോ അനീഷിന്റെ അടുത്ത് നമ്മുടെ അപ്പാൻ ശരത്ത് ഭയങ്കര രീതിയിൽ വെച്ചുണ്ടാക്കുന്നുണ്ട്. പിന്നെ ജിസൈലിന്റെ മേക്കപ്പ് ഇഷ്യൂ തന്നെയാണ്. ഈ മേക്കപ്പ് ഇഷ്യൂ എന്ന് വെച്ചാല് അനുമോള് പോയിട്ട് എന്തൊരു ബോക്സോ അവരുടെ പെട്ടി നോക്കിയാണ് ബെഡ്റൂമിൽ പോയിട്ട്. അതിലനോറുണ്ട്, അനുമോളുണ്ട്. അനുമോളാണെങ്കിൽ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പൊ ഇത് ജിസൈല് കണ്ടുവരുന്നു. ജിസൈൽ പ്രശ്നം ഉണ്ടാക്കുന്നു. നീ എന്തിനാ എന്റെ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ജിസൈല് അനുമോള് ചെറിയ രീതിയിൽ ക്ലാഷ് ആവുകയാണ് അതിന്റെ ഇടക്ക്. 12:35 ആയപ്പോഴത്തേക്കും നമ്മുടെ അനുമോളും ശൈത്യം സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അനുമോള് പറയണ ബാഡ്ജ് കിട്ടിയിട്ട് കൊടുക്കാത്ത നന്നായി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ കാര്യത്തില്, അല്ലെങ്കിൽ ഷോ ആയിരുന്നേനെ ഭയങ്കര ഷോയാണ് എന്ന് പറയുന്നു. എന്നിട്ട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ അനുമോള് കരയാണ്. ഞാൻ പറയട്ടെ, ഇതില് അനുമോള് ഈ കാര്യത്തിന് ഇപ്പൊ ഈ അനുമോള് പറയുന്ന ഓരോ കാര്യത്തിനൊക്കെ ഓക്കെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ഈ പുള്ളിക്കാരി കരയാതെ കൂടി ഇരുന്നാൽ ചിലപ്പോൾ നല്ലതായിരിക്കും. പ്രേക്ഷകരിൽ നിന്ന് നല്ല സപ്പോർട്ടുകളും കുറച്ചുകൂടി കിട്ടും. ഈ കരയാതിരുന്നാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഈ കരയുന്നുണ്ട്, അതുപോലെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഈ കരയുമ്പോൾ നമുക്ക് കാണുമ്പോൾ ദേഷ്യം വരും. കാരണം നമുക്ക് എപ്പോഴും കണ്ടോണ്ടിരിക്കണം ഈ കുട്ടിക്ക് എപ്പോഴും കരച്ചിൽ മാത്രമേ ഉള്ളൂ വിചാരിക്കും. അപ്പോൾ ആ കരച്ചിൽ ഒഴിവാക്കിയിട്ട് അനുമോളുടെ അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ 1:10 ആയപ്പോഴത്തേക്കും കളിയരങ്ങ് നമ്മുടെ മിഡ് വീക്ക് സസ്പെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. നമ്മുടെ വേറെ ഒന്നുമല്ല, എല്ലാ സീസണിൽ കാണുന്ന ഡാൻസ് പരിപാടികൾ തന്നെയാണ്. പക്ഷെ ഇതിൽ പ്രത്യേകം വെച്ചാൽ ഇതിൽ ബിഗ് ബോസ് ഒന്നും പാട്ടിട്ടൊന്നും തരില്ല. ഇവര് സ്വയം പാട്ട് പാടി ഡാൻസ് കളിക്കേണ്ടി വരും. അങ്ങനെ ബിഗ് ബോസ് ഇവർക്ക് ഒരു ലിസ്റ്റ് പാട്ട് എടുക്കുകയാണ്. ഈ പാട്ടിലുള്ളത് മാത്രമേ ഇവർക്ക് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു 1:40 ആയപ്പോഴത്തേക്കും അക്ബറും അനുമോളും
പാട്ടുപാടി ഡാൻസ് കളിക്കുകയാണ്. ഇതേപോലെ തന്നെ നെവിനും ഷാനവാസും കളിക്കുന്നു, ശൈത്യയും നോറയും കളിക്കുന്നു, ജിസയിലും ആര്യനും കളിക്കുന്നു, ശരത്ത് ബിന്നിയും കളിക്കുന്നു, ബിൻസിയും അഭിലാഷും കളിക്കുന്നു ഇതുപോലെ ഡാൻസ്. അങ്ങനെ എന്താണ് ഇതില് ശാരികനെ ഇത് ഡിസ്ക്വാളിഫൈഡ് ആണ്. കാരണം വേറെന്ന് വെച്ചാല് ശാരിക എന്ന് വെച്ചാൽ ബിൻസിയും അഭിലാഷിന്റെ ആയിരുന്നേ. അതിൽ ഇവര് പറഞ്ഞ പാട്ട് എന്നുവെച്ചാല് ഈ ബിഗ് ബോസ് കൊടുത്ത പാട്ട് ഒരു പാട്ടുണ്ടായിരുന്നില്ല. ബിഗ് ബോസിൽ പറഞ്ഞ ഒരു പാട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോ എന്താണ് ബിഗ് ബോസ് പറഞ്ഞു എന്താണ് നമ്മൾ കൊടുത്ത ലിസ്റ്റിൽ പാട്ട് നമ്മൾ കൊടുത്ത ഒരു ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റിലുള്ള പാട്ടുകൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതില്ലാത്തത് കൊണ്ട് തന്നെ ശാരിക ഡയറക്ട്ലി ഡിസ്ക്വാളിഫൈഡ് ആയെന്ന് പറയുന്നു. ശാരിക ആണെങ്കിൽ അടിപൊളി എന്നുള്ള രീതിയിൽ പോയി എന്നുള്ള രീതിയിൽ സങ്കടമുണ്ട്, ദേഷ്യമൊക്കെ വന്നിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇതിന്റെയൊക്കെ റിസൾട്ട് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാല് ആദ്യം അക്ബറിനും അനുമോളിനും കിട്ടുന്നു ഫസ്റ്റ് പൊസിഷൻ. സെക്കൻഡിന് നെവിനും ഷാനവാസ്. ഞാൻ പറഞ്ഞത് നെവിനും ഷാനവാസ് ആയിരുന്നു കുറച്ചും കൂടി എന്റർടൈൻമെന്റ് ആയിട്ട് ചെയ്തതും. അക്ബറും അനുമോളും നമുക്ക് ചിരിക്കാനുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടായിരുന്നത് നെവിനും ഷാനവാസിന്റെ ആയിരുന്നു. അക്ബറിന്റെ അനുമോളിൽ എനിക്ക് അങ്ങനെ എല്ലാം എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നില്ല. ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അവസാനം എന്താണ് ആ നോട്ടത്തിന്റെ കേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തേർഡ് പൊസിഷൻ ജിസയിലും ആര്യനും, ഫോർത്ത് പൊസിഷൻ ശരത്തും ബിന്നിയും, പിന്നെ ലാസ്റ്റ് പൊസിഷനിൽ ശൈത്യയും നൂറയും. ഇത്രയും പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ 2:40 ഇതിന്റെ ഡിസ്കഷനാണ് അങ്ങ് നടക്കുന്നത്. നമ്മുടെ എന്താണ് ഒട്ടും ഫെയർ അല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യ എന്താണ് ഇവരോട് പറയാണ് എന്താണ് ഒട്ടും ഫെയർ അല്ല, ഭയങ്കര ഇപ്പൊ അനീഷിന് മാത്രം ഒറ്റയ്ക്ക് ഇരുത്തി പറഞ്ഞു. അപ്പോ അനീഷ് സത്യമാണ്. കാരണം അത്രയും ഒരു 5-6 പേരില് അനീഷിനെ ഒഴിവാക്കിയിട്ടാണ് ഇവര് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. കാരണം എന്താണ് അവിടെ അനീഷാണല്ലോ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അനീഷ് ഓഫ് കോഴ്സ് അവർ മാറ്റി നിർത്തി. ഇപ്പൊ എനിക്ക് കേസിന് ഇപ്പൊ അനീഷിനെ മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോ അനീഷ് പറയുകയും ചെയ്തു എന്താണ് അത് ഞാനുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം അവർ കേട്ടിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നേനെ, പക്ഷെ അവർ കേട്ടില്ല, എൻ്റെ അഭിപ്രായം കേട്ടില്ല എന്ന് അനീഷ് പറയുന്നുണ്ട്. അങ്ങനെ അനീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ശൈത്യ പറയാണ് ഒട്ടും ഫെയർ അല്ലടാ, നമ്മളൊക്കെ കളിച്ചൊക്കെ വെറുതെ ഒട്ടും ഫെയർ അല്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണാടിന്റെ മുന്നിൽ നിന്നിട്ട് ശൈത്യ കരയുന്ന എന്താണ് ഒട്ടും ഫെയർ അല്ല, എന്താണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭവം പറയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അനുമോള് ക്യാമറയുടെ മുന്നിലേക്ക് വന്നിട്ട് പറയാണ് ജിസയിൽ ഇടുന്ന ഒരു ക്രീമാണിത്, ഇങ്ങനെ ഒരു ബോട്ടിൽ എന്തോ പിടിച്ചിട്ട് എന്തോ ക്രീമാണ്, ഫേസിൽ ഇടുന്ന ഒരു ക്രീമാണ്. അപ്പൊ ആര്യന്റെ ആണെന്നും പറയുന്നുണ്ട് അതിനിടയ്ക്ക്. അപ്പൊ ആര്യന്റെ അടുത്തേക്ക് പോയി ചോദിക്കുന്നു നിന്റെ ആണോ? അതെ, ഇത് നിന്റെ ബാഗിൽ നിന്ന് ഇങ്ങനെ പുറത്തു വന്നു, നീ എടുത്തല്ല, ഞാൻ എടുത്തല്ല, ജിസയിൽ എടുത്തത് കണ്ടു എന്ന് പറയുന്നു. അപ്പൊ ജിസയിൽ എടുത്താ എന്ന് പറഞ്ഞിട്ട് എന്താ ചെറിയ രീതിയിൽ പറഞ്ഞുകൊണ്ട് ആര്യനെ അറിയാതെ ജിസയിലെ എടുക്കത്തില്ല, ആര്യനെ അറിയായിരിക്കും. അങ്ങനെ ഈ കാര്യം കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജിസേല് അതിന്റെ ഇടക്ക് കയറി. ഇപ്പൊ ഒരു റൂമിലേക്ക് പോകുമ്പോ ജിസേല് പറയാണ് ആര്യനും ജിസേലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആര്യൻ പറഞ്ഞു ജിസേലിനോട് എന്റെ സാധനമൊന്നും എടുക്കല്ലേട്ടാ ജിസേൽ എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറയുന്നു. അപ്പൊ അനുമോള് പുറത്ത് പോയി അടുത്തിടാന്ന് പറഞ്ഞൂടാ. അപ്പൊ അത് സൈഡിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ജിസേല് ആര്യനോട് പറയാണ് എന്താണ് അവള് സൈക്കോയാണെടാ, അതിലെന്തോ തെറി പറയുന്നില്ല, തെറി മ്യൂട്ടാണ്, അതാണ് അറിയില്ല, ഇത് സൈക്കോ ആണ് എന്ന് പറയുന്നു. പിന്നെ അനുമോളും ഇപ്പൊ ഈ ജിസയിലാണ് പോവാണ്. അനുമോളും ശൈത്യം സംസാരിക്കുമ്പോ ഇത് പറഞ്ഞോണ്ട് ഈ പെണ്ണിനെ കാണുമ്പോ ആണുങ്ങൾ ഇങ്ങനെയും വീഴുമോ, ആണുങ്ങൾ ഇങ്ങനെയുണ്ടോ മണ്ണകൾ എന്ന് പറഞ്ഞിട്ട് ആണുങ്ങളെ പറയുന്നുണ്ട്. ജിസേലിനെ കണ്ടിട്ട് ഇവിടുത്തെ ആണുങ്ങൾ വീഴുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് അനുമോള്. അപ്പൊ എനിക്കത് കേട്ടപ്പോ ചിരി വന്നു. അപ്പൊ ശൈത്യ പറയാണ് എനിക്ക് ആ ജിസേലിനെ കാണുമ്പോൾ ദേഷ്യം വരും, ഒരു നേരത്തെ സ്വഭാവം കാണും, എനിക്ക് ഭയങ്കര ദേഷ്യം, സത്യം ആ മേക്കപ്പിന്റെ ദേഷ്യം പറഞ്ഞ് എനിക്ക് ഭയങ്കര ദേഷ്യമാണെന്ന് പറഞ്ഞിട്ട് ശൈത്യ പറയുന്നുണ്ട്. ശൈത്യ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെക്കാളും ഇപ്പോഴത്തെ ആഴ്ച ഇതൊക്കെ വരുമ്പോ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരി ഒരു 40 ദിവസമെങ്കിലും നിൽക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം സംസാരിക്കുന്നുണ്ട്. ഇപ്പോ ഇപ്പൊ ഇവർക്ക് ഈ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ടാസ്കുകളാണ് നമ്മുടെ കോടതി ടാസ്ക്, സീസൺ 3 വന്ന നാട്ടുകൂട്ടം, ഇതൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോ ഈ സംസാരിക്കാത്ത ആൾക്കാരും സംസാരിക്കും.
അപ്പോൾ അത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ 6:20 വൈകുന്നേരം 6:20 മിഡ് വീക്ക് സസ്പെൻഷന്റെ അടുത്ത ടാസ്ക് വരെയാണ്. ഇതില് സഹായികൾ കളിക്കില്ല. സഹായികൾ കളിക്കില്ല കേട്ടോ. അപ്പൊ ഈ ടാസ്ക് എന്താണെന്ന് വെച്ചാല് നടുക്ക് ഇപ്പൊ ഈ 6 പേര് ഇങ്ങനെ ചുറ്റിന് നിൽക്കണം. നടുക്ക് ഒരു ഗ്രീൻ ബസർ ഉണ്ടാവും. ആ ഗ്രീൻ ബസറിൽ ആദ്യം പോയിട്ട് ആരാണ് ചെയ്യുന്നത് അവർക്കാണ് ഈ ടാസ്ക് കളിക്കാൻ പറ്റുക. ബസർ അടിച്ചതിന് ശേഷം 6 പേരുടെ ഒരു പെഡസ്റ്റൽ ഉണ്ട്. ആ പെഡസ്റ്റൽ മേളിൽ 6 പേരുടെ പേര് എഴുതിയൊരു ബൗൾ ഉണ്ടാവും. അതില് ഇവർക്ക് കിട്ടിയ പോയിന്റ്സുകളാണ് എന്ന് വെച്ചാൽ മുൻപ് ഇവർ കളിച്ച എല്ലാത്തിന്റെ പോയിന്റ്സുകൾ അതിലുണ്ട്. അപ്പോൾ ഈ ബസർ അടിച്ച ആൾക്ക് മാത്രമാണ് ഇതിൽ ഏത് ബോളിൽ നിന്നാണോ നിങ്ങൾക്ക് എടുക്കണമെന്ന് തീരുമാനിക്കുക. ആ ബോളിലുള്ള ഇത് എമൗണ്ട് ഇപ്പൊ എത്ര പോയിന്റ്സ് ആണ് ആ പോയിന്റ്സ് ആൾക്ക് ചേരും. അപ്പോ ഇതാണ് സംഭവം. അപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഈ 6 പേര് നിൽക്കുകയാണ്. 6 പേര് നിൽക്കുമ്പോൾ ബസർ അടിക്കുന്നു. അനീഷ് ഓടിപ്പോയിട്ട് നമ്മുടെ ഗ്രീൻ ബസറിൽ പ്രസ് ചെയ്യുന്നു. ഗ്രീൻ ബസറിൽ പ്രസ് ചെയ്യുമ്പോൾ ബിഗ് ബോസ് പറയാണ് അനീഷ് നിങ്ങളാണ് എടുക്കേണ്ടത്, നിങ്ങൾ ആരുടെ പോയിന്റ് ആണ് എടുക്കുന്നത് പറയുമ്പോൾ അനീഷ് പറയുന്നു ഞാൻ ഒനീലിന്റെ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ 7 സെക്കൻഡ് തരുള്ളൂ, 7 സെക്കൻഡിനുള്ളിൽ പോയിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ അനീഷ് ഓടിപ്പോയിട്ട് നമ്മുടെ ഒനീലിന്റെ ഇങ്ങനെ എടുത്തിട്ട് ഓടി പോകുന്നുണ്ട്. 7 സെക്കൻഡിനുള്ളിൽ സാധനം എടുക്കണം. അപ്പൊ ഒനീലിന്റെ ഇത് പോയിന്റ് കുറയും, ഒനീലിന്റെ പോയിന്റ് കുറയും. ഇതാണ് അതിന്റെ പ്ലാൻ. ഒനീൽ അപ്പൊ വെച്ചാല് ഒനീലിന് ഉണ്ടായിരുന്ന പോയിന്റ് ആണല്ലോ പോകുന്നത്. അപ്പൊ ഉണ്ടായിരുന്ന പോയിന്റ് അനീഷ് എടുത്തു. അങ്ങനെ പോയിന്റ് കുറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേപോലെ 2 പ്രാവശ്യമാണ് ഒരാൾക്ക് ചാൻസ് തരാം. രണ്ടാമത്തെ പ്രാവശ്യം അനീഷ് ഓടിപ്പോയിട്ട് ഗ്രീൻ ബസർ അടിക്കുന്നു. അനീഷ് തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ അനീഷ് എന്നോട് ചോദിക്കുമ്പോൾ വീണ്ടും അനീഷ് ഒനീലിന്റെ കഴിഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ ഒനീലിന് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ അനീഷിന് കൂടുതൽ പോയിന്റുകൾ കിട്ടുന്നു. ഈ ടാസ്കുകളിൽ എല്ലാത്തിനും കൂടുതൽ പോയിന്റ് കിട്ടിയത് നമ്മുടെ അനീഷിനാണ്. അങ്ങനെ അനീഷ് വിജയിക്കുന്നു. ഇപ്പൊ ബിഗ് ബോസ് പ്രഖ്യാപിക്കുകയാണ് ഒനീലിനും ഷാരിക്കും മാത്രമാണ് ഇപ്പോ മിഡ് വീക്ക് സസ്പെൻഷനിൽ ഏറ്റവും പോയിന്റ് കുറവുള്ളത്. അപ്പൊ ഇവരാണ് ഡെഡ് സോണിലേക്ക് പോകുന്നത്. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പ്രധാന വാതിൽ കൂടി വരാൻ പറയുന്നു. ബിഗ് ബോസ് പറഞ്ഞ ഒരു കുറച്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവുകയാണ്. അതിനുശേഷം 7:20 ശൈത്യ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോളോട്. എന്തായാലും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഷാരിക പോകുമെന്ന് വിചാരിച്ചു. ഷാരികയും ഒനിയിൽ പോകുമെന്ന് വിചാരിച്ചില്ല. പോവുകയാണെങ്കിൽ നമ്മുടെ രേണുസുതി പോവാണായിരുന്നു. കാരണം രേണുസുതി ആണോ ഒന്നും മിണ്ടാതെ. എനിക്ക് സത്യമാണ് എനിക്ക് ആ പുള്ളിക്കാരി പറഞ്ഞ കാര്യത്തിൽ ഓക്കെയാണ്. പക്ഷേ ഈ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ഇപ്പൊ ഈ സെക്കൻഡ് വീക്ക് വരെ എടുത്ത് നോക്കുമ്പോൾ രേണുസുതിയുടെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് വീക്കിൽ തന്നെ 2 പ്രാവശ്യം ഒരു ഫൈറ്റ് നടന്നു. ഒന്ന് അഭിലാഷുമായിട്ട്, ഒന്ന് നമ്മുടെ അനീഷുമായിട്ട്. ഷാരികയും ഒനീലായിട്ട് അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. അത്യാവശ്യം ഇപ്പോ നമ്മുടെ രേണുസുതിക്ക് എന്തെങ്കിലുമൊക്കെ വരാണെങ്കിൽ രേണുസുതി ഭയങ്കര പ്രതികരിക്കും. രേണുസുതി എതിരൊന്നും വരുന്നില്ല, അതുകൊണ്ടാണ് ഒന്നും പ്രതികരിക്കാത്തത്. എന്നിട്ട് ശൈത്യ പറയുന്നുണ്ട് അവര് തിരിച്ചു വരും, അവര് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് അവര് വീണ്ടും വരുമെന്ന് പറയുന്നു. അപ്പോൾ അതിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. കാരണം ബിഗ് ബോസിൽ ഇപ്പൊ മൊത്തം അവര് പോയിന്റ് ചർച്ചയാണ്. പിന്നെ ഒരു 7:35 അനീഷ് രക്ഷപ്പെട്ടതിന്റെ കാര്യം പറയുന്നു. അനീഷ് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു, പക്ഷെ എനിക്ക് അനീഷ് ഔട്ടാണോ എന്നൊക്കെ ആയിരുന്നു പറയുകയാണ് ഓരോരുത്തര്. 7:40 കിച്ചണില് വീണ്ടും ഒരു പ്രശ്നം. 7:40 വീണ്ടും ഒരു പ്രശ്നം. ശരത്ത് അനീഷിനോട് നിനക്ക് നന്ദിയില്ല, നീ നന്ദിയില്ലാത്തവരാണെന്ന് അനീഷിനോട് പറയുന്നു. അനീഷ് ഇത് കേട്ട് ഇങ്ങനെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം അനീഷ് ഡൗണായി. കാരണം അനീഷ് ഒന്നാമത്തെ കാര്യം അനീഷ് ഇപ്പൊ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനു. രണ്ടാമത്തെ അനീഷ് ഭയങ്കര ഡൗണായി. ഇതിപ്പോ കേട്ട് മടുത്തുന്നുള്ള രീതിയിൽ അനീഷ് ഡൗൺ ആവുകയും ചെയ്തു. അതുകൊണ്ട് ഈ ശരത്ത് വന്നിട്ട് നീ നന്ദിയില്ലാത്ത എനിക്ക് മനുഷ്യത്വം ഇല്ലാത്തവരാണെന്ന് ശരത്ത് ഭയങ്കര ഒച്ചുണ്ടാക്കുന്നു. അനീഷ് ഇത് മിണ്ടാതെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ
8:15 ശരത്തും രേണുവും ബിന്നിയും സരികയും സംസാരിക്കുന്നു. അനുമോളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പൊ അനുമോള് എന്താണ്, അനുമോളിന് ഒരു ഇതില്ല. അനുമോള് ഒരു 2 വാക്കുകൾ ഇന്നലെ അനീഷ് ഇങ്ങനെ പറഞ്ഞപ്പോ അനുമോള് പറഞ്ഞു നിങ്ങൾക്ക് മനുഷ്യത്വം ഇല്ലാന്ന് പറയും. ഇപ്പൊ നേരെ പ്ലേറ്റ് മറിച്ചിട്ടോ അനീഷ് ചേട്ടാ നിങ്ങൾ നല്ല ഗെയിമറാണ് എന്ന് പറയുന്നു. ഇപ്പൊ ഇതേപോലെ 2 വർത്താനം പറയുന്നതിനെ പറ്റിയാണ് ശരത്ത് പറയുന്നത്. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത് ഈ 2 വർത്താനം പറയുന്ന അനുമോളാണ്. അനുമോളിക്ക് ഇനി ഞാൻ അവളെ ഒന്നിനും ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് ശരത്ത് പറയാണ്. പിന്നെ 9:05 ജീവിതകഥ തുടങ്ങി. ബിൻസിയുടെയും ആദിലയുടെയും ജീവിതകഥയാണ്. ഇതും അങ്ങനെ നടക്കുന്നു. പിന്നെ അവരുടെ ജീവിതകഥകളും അങ്ങനെ കാര്യങ്ങൾ പറയാതെ വലിയ പറയുന്നില്ല, കാരണം അത് നിങ്ങൾ തന്നെ കാണേണ്ട സാധനങ്ങളാണ്. പിന്നെ 10 മണി ഒരു ലേറ്റ് അല്ല ഓഫായി, 10 മണിയാകുമ്പോൾ ലേറ്റ് ഒക്കെ ഓഫായല്ലോ. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, അരമണിക്കൂർ മുൻപ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ അവിടെ ഇരുന്ന് പാട്ടും പാടി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ശരിക്കും വേണ്ടത്. പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർക്കുക എന്നതാണ് വേണ്ടത്. ഇതിന് പ്ലസ്സിൽ വലിയ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിട്ട് എനിക്ക് ഒന്നും തോന്നിയില്ല. എന്താണ് രാവിലെ ഇല്ല ഇതിൽ കാണിച്ചു തന്നെ കുറച്ച് കഴിഞ്ഞ് ഇന്ന് കണ്ടന്റ് കുറവായിരുന്നു. ഡെഡ് സോണിലേക്ക് പോയ ഒനിയിലും ഷാരിഖിനും അവർ തീർച്ചയായിട്ടും വരും. ചിലപ്പോൾ 2 ആഴ്ചയൊക്കെ പിടിക്കുമായിരിക്കും. ചിലപ്പോൾ വൈൽഡ് കാർഡ് കയറി ഐശ്വര്യം വരുന്നു. ചിലപ്പോൾ വൈൽഡ് കാർഡിന്റെ ഒപ്പമായിരിക്കും, അല്ലെങ്കിൽ വൈൽഡ് കാർഡിന് മുൻപായിരിക്കും, പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം. പിന്നെ പ്രൊമോയില് നാളത്തെ പ്രൊമോ എന്ന് വെച്ചാൽ ജയിൽ ടാസ്ക് എന്തോ ആണ്. ജയിൽ ടാസ്ക് ആണോ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് എന്തോ ആണെന്ന് തോന്നുന്നു. ജയിലാണെന്ന് തോന്നുന്നു. ജയിൽ ടാസ്കിൽ ഇങ്ങനെ അഭിപ്രായം പറയാണ്. അപ്പൊ ജിസൈൽ അനുമോൾക്കെതിരെ പറയാണ്. ജിസൈൽ പറയുന്നു അനുമോൾ പതുക്കെ വന്ന് സാധനങ്ങൾ കട്ടെടുക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജിസൈലും അനുമോളും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് നാളെ. അറിയില്ല, അനുമോളാണെങ്കിൽ ഇങ്ങനെ തള്ളുന്നൊക്കെ ഉണ്ട്, ജിസൈൽ ഇങ്ങനെ തള്ളുന്നൊക്കെ ഉണ്ട്. അപ്പൊ അറിയില്ല നാളെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. നാളെ നല്ലൊരു ഫൈറ്റ് എന്തായാലും നടക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതുവരേക്കും ബൈ.